എമ്മാനുവേൽ ക്രിസ്മസ് ഒരുക്ക ധ്യാനം ഡിസംബർ 3. ദൈവത്തിൻ്റെ സൗഭാഗ്യത്തിൽ ആക്കാനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്ന് തിരുസഭാ പ്രബോധനം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1-ാം ഖണ്ഡികയിൽ നിന്ന് നാം മനസ്സിലാക്കുകയും അതേപ്പറ്റി ധ്യാനിക്കുകയും ചെയ്തുവല്ലോ. എന്തായിരുന്നു ദൈവം മനുഷ്യന് വേണ്ടി നിശ്ചയിച്ച ആ സൗഭാഗ്യാവസ്ഥ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യവും 2-ാം അധ്യായം 15-ാം വാക്യവും 3-ാം അധ്യായം 8-ാം വാക്യവും അതിലേക്ക് ചില സൂചനകൾ തരുന്നുണ്ട്. ഉൽപ്പത്തി 2:9 ഇപ്രകാരം നാം വായിക്കുന്നു: ദൈവമായ കർത്താവ് കിഴക്ക് ഏദനിൽ ഒരു തോട്ടം നട്ടുപിടിപ്പിക്കുകയും താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം സ്വയം ആലോചിക്കുന്നതായി ബൈബിൾ പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ആ ആലോചനയുടെ ഫലമായിട്ടും അതിന് ശേഷവും ആണ് ദൈവം മനുഷ്യനെ തൻ്റെ ഛായയെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യനെ എവിടെ താമസിപ്പിക്കണമെന്ന് ദൈവം മുൻകൂട്ടി ആലോചിച്ച് നിശ്ചയിച്ചുറപ്പിച്ചു എന്ന് വ്യക്തമാണ്. കാരണം എടുത്തു പറയുകയാണ്, താൻ നട്ടുപിടിപ്പിച്ച തോട്ടത്തിൽ അവരെ കൊണ്ടുചെന്നാക്കി. 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പ്രത്യേകമായിട്ട് ഊന്നി പറയുന്നുണ്ട്, ഏദൻ തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ പരിരക്ഷിക്കാനുമായി ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ കൊണ്ടുപോയി പാർപ്പിച്ചു. ദൈവം നേരിട്ട് നട്ടുപിടിപ്പിച്ച ആ തോട്ടം സൗഭാഗ്യത്തിൻ്റെ പൂർണ്ണത തന്നെ ആയിരിക്കില്ലേ? അതിൻ്റെ മനോഹാരിതയും സൗഭാഗ്യാവസ്ഥയും പൂർണ്ണതയും ആർക്ക് വിവരിക്കാൻ സാധിക്കും? 2:15 നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഏദൻ തോട്ടത്തിൽ മനുഷ്യന് ദൈവം കൊടുത്ത നിയോഗം എന്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ പരിരക്ഷിക്കാനുമായി ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ കൊണ്ടുപോയി പാർപ്പിച്ചു. വേല ചെയ്യാനും പരിരക്ഷിക്കാനും എന്ന 2 ക്രിയാപദങ്ങൾക്ക് പ്രത്യേക അർത്ഥമുണ്ട്. ഇതിന് പകരമായിട്ടുള്ള ഹീബ്രു പദങ്ങൾ അബാദ്, ഷമാർ, വേല ചെയ്യാനും പരിരക്ഷിക്കാനും. ഈ വാക്കുകൾ സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷകരായിരുന്ന പുരോഹിതന്മാരുടെ ചുമതല എന്താണെന്ന് കാണിക്കാൻ ഇതേ ക്രിയാപദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് ഇതാണ്: ആദിമാതാപിതാക്കന്മാരുടെ ഏദൻ തോട്ടത്തിലെ റോൾ, ദൗത്യം, സർവ്വതും സൃഷ്ടിക്കുകയും സർവ്വതും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ അതേ ദൗത്യത്തിൽ പങ്കാളിത്തം വഹിക്കലായിരുന്നു അവരുടെ ജോലി. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അതേ സൗഭാഗ്യാവസ്ഥയിൽ തന്നെയാണ് അവരും ജീവിച്ചിരുന്നത് എന്ന് വ്യക്തം. ഉൽപ്പത്തി 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. പാപത്തോടെ വന്ന ദുരന്തം ഇതാണ്: ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് മാറി ഒളിച്ചു. ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് പാപത്തിന് മുമ്പ് അവർ ദൈവത്തിൻ്റെ തിരുമുൻപിൽ തന്നെ കഴിയുകയായിരുന്നെന്നാണ്.
ദൈവത്തിൻ്റെ തിരുമുഖത്തിൻ്റെ മുമ്പിൽ തിരുസന്നിധിയിൽ കഴിഞ്ഞിരുന്ന അവസ്ഥ, അതാണ് യഥാർത്ഥമായ സൗഭാഗ്യാവസ്ഥ. ചുരുക്കത്തിൽ ആദിമാതാപിതാക്കന്മാർക്ക് ദൈവം അനുവദിച്ചു കൊടുത്ത ആ സൗഭാഗ്യാവസ്ഥ അവിടുന്ന് തന്നെ നട്ടുപിടിപ്പിച്ച തോട്ടത്തിൽ വസിക്കുവാൻ, അവിടുത്തെ തന്നെ അതേ ദൗത്യം നിർവഹിക്കുവാൻ, അവിടുത്തെ കൺമുമ്പിൽ തന്നെ സദാ കഴിഞ്ഞുകൂടുവാൻ, ഇതായിരുന്നു ആദ്യ മാതാപിതാക്കന്മാർക്ക് ലഭിച്ച സൗഭാഗ്യാവസ്ഥ. കർത്താവിൻ്റെ സന്നിധിയിൽ കഴിയാൻ സാധിക്കുന്നതിലാണ് മനുഷ്യൻ്റെ സൗഭാഗ്യാവസ്ഥ അടങ്ങിയിരിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമേ മനുഷ്യന് യഥാർത്ഥമായ ആനന്ദം കണ്ടെത്താനാവൂ. മത്സ്യത്തെ ജലത്തിൽ നിന്ന് പുറത്തെടുത്താൽ ഉണ്ടാകുന്നതിനേക്കാൾ ദുരിതപൂർണമായിരിക്കും ദൈവത്തിൻ്റെ സന്നിധി വിട്ടുമാറുന്ന മനുഷ്യൻ്റെ അവസ്ഥയും. അതുകൊണ്ടാണ് സങ്കീർത്തകൻ 16-11 ഇപ്രകാരം പറയുന്നത്, ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. 84 സങ്കീർത്തനം 1-2 സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. 84 സങ്കീർത്തനം 10 അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ദൈവമേ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. പാപം മൂലം ദൈവസന്നിധിയിൽ നിന്ന് സ്വയം മാറിയ മനുഷ്യൻ്റെ ദുർഭഗാവസ്ഥ പരിഹരിക്കാൻ, ആദ്യത്തെ സൗഭാഗ്യാവസ്ഥയിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ: ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനെ പാർപ്പിക്കുക. അതിനു വേണ്ടിയാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ കൂടെ പാർക്കാൻ മനസ്സായത്. അതാണ് ക്രിസ്മസ്. യോഹന്നാന്റെ സുവിശേഷം 1-1 14 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ഇവിടെ വചനം ലോഗോസ് ആണ്, അതായത് പുത്രൻ തമ്പുരാൻ. പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ്റെ പേരാണ് വചനം. ദൈവസന്നിധിയിൽ തന്നെ സദാ മനുഷ്യനെ പാർപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ കൂടെ പാർക്കുന്ന ദൈവത്തെ പറ്റിയാണ് ക്രിസ്മസിന് പറയാനുള്ളത്. അതാണ് ക്രിസ്മസ് സന്ദേശവും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ വാസമുറപ്പിക്കേണ്ടതിന്, അങ്ങേ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കേണ്ടതിന് അങ്ങ് ഇങ്ങോട്ട് വന്ന് ഞങ്ങളോട് പാർക്കാൻ തിരുവുള്ളമായി മനുഷ്യാവതാരം ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. നാഥ, അങ്ങേ തിരുമുഖത്തിൻ്റെ കീഴിൽ സദാ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നതെല്ലാം ഉപേക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളെന്നും ഈ ഭൂമിയിലെ ജീവിതകാലം മുഴുവനും അങ്ങയുടെ തിരുമുമ്പിൽ തന്നെ കഴിയുവാനും അതിനുശേഷം നിത്യമായി അങ്ങേ സന്നിധിയിൽ വന്നണയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.